ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട എത്രയോ പ്രാവശ്യം നമ്മൾ വായിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദൈവവചന ഭാഗമാണ് ഇത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വിടുതൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കളാണ് നമ്മൾ. കഴിഞ്ഞ നാളുകളിൽ എത്രയോ വിടുതലുകൾ പ്രാർത്ഥനയിൽ കൂടെ നാം അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്ര. എഫേസ്യ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്റെ അനുഗ്രഹിക്കപ്പെട്ട 2 പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ തുടക്കം എന്ന വണ്ണം ഞാൻ ഓർമ്മിപ്പിക്കും മാത്രമേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട 2 പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസഭ അല്ലെങ്കിൽ എഫെസോസിൽ ഒരു സഭ ആരംഭിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ 3-ാമത്തെ മിഷണറി യാത്രയിലാണ് ആമേൻ എഫെസോസിലെ സഭ ആരംഭിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുന്നുണ്ട്. എത്ര ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആത്മപ്രവൃത്തി അപ്പോസ്തലനിലൂടെ അവിടെ വെളിപ്പെട്ടു. എഫെസോസ് പട്ടണം, അവിടെയുള്ള അന്യാരാധന, അവിടെ അടക്കി വാണുകൊണ്ടിരുന്നതായിട്ടുള്ള അർതെമീസ് എന്ന് പറയുന്ന ദേവിയുടെ നാമത്തിലുള്ളതായ ഒരു വലിയ ക്ഷേത്രം എഫെസോസിലുണ്ടായിരുന്നു. അത് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ തന്നെ ഒന്നായിരുന്നു എന്നാണ് ആമേൻ, സ്തോത്രം, ചരിത്രം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷ ആ പട്ടണത്തിൽ, ആസ്യയിൽ, ആമേൻ, പ്രത്യേകിച്ചും എഫെസോസ് പട്ടണത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ എഫെസോസിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. എഫെസോസിലെ സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 7 സഭകളെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ എഫെസോസ് സഭയെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മളവിടെ കാണുന്നു. ഏഷ്യ മൈനറിലുള്ള അല്ലെങ്കിൽ ആസിയയിലുള്ളതായ 7 സഭകൾ എന്നുള്ളത്. ഏഷ്യ മൈനർ എന്നുദ്ദേശിക്കുന്നത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് പ്രവേശിക്കുന്ന അതിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ അതിൻ്റെ കവാടം, ആ പ്രദേശത്തെയാണ് ബൈബിളിൽ ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം എന്ന അർത്ഥത്തിലല്ല ഏഷ്യ മൈനർ അല്ലെങ്കിൽ ആസിയ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പിൽ നിന്നും ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് കയറുന്നതായി അത് എൻട്രൻസിൻ്റെ ആ ഭാഗങ്ങളെയാണ് ഏഷ്യ മൈനർ. അല്ലെ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള 7 സഭകൾ ഇന്നത്തെ മോഡേൺ ടർക്കി അല്ലെങ്കിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പ്രൈസ് ദി ലോർഡ് അവിടെ ഉള്ള ശുശ്രൂഷയെ സംബന്ധിച്ച് അപ്പോസ്തലപ്രവൃത്തി 19-ൽ നമ്മളതിൻ്റെ ചരിത്രം പഠിക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ എഫെസോസിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. എഫെസോസിൽ ഉള്ളതായ ആ സഭയെ സംബന്ധിച്ച് 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, അപ്പോസ്തലൻ അവിടെയുള്ള വിശ്വാസികളുടെ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. നോക്കിക്കേ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന ആളുകൾ, സ്പിരിച്വലി ദേ വർ ഡെഡ്. അത് അതിക്രമങ്ങളിലും പാപങ്ങളിലും അവർ മരിച്ചവരായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ അവർ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടവരായിരുന്നു, ഇരുട്ടിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു, അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ അവർ ഭരിക്കപ്പെട്ടിരുന്നവരായിരുന്നു. സ്തോത്രം. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നവരായിരുന്നു. അപ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന അവർ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. പാപത്തിൻ്റെ ഇരുട്ടിൽ, അന്ധവിശ്വാസത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൽ കിടന്നതായ ജനങ്ങളായിരുന്നു. അവരോട് അപ്പോസ്തലൻ സുവിശേഷം പറഞ്ഞു. അവർ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു. യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആത്മരക്ഷയെ അവർ കരസ്ഥമാക്കി.
ആത്മീയമായി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന് അവരെ കർത്താവ് ഉയർപ്പിച്ചു. അവിടെയുള്ള ആളുകളുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ മരിച്ചു കിടന്ന് അവരെ ഉയർപ്പിച്ചു. അവര് ആത്മീയമായി മരിച്ചു കിടന്നവരായിരുന്നു, എന്നാൽ കർത്താവ് അവരെ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരുടെ അവസ്ഥ നോക്കിക്കേ, അടക്കപ്പെട്ടവരായി ശ്മശാനത്തിലായിരുന്നു. പറഞ്ഞാൽ ആത്മീയമായി, സ്പിരിച്വലി, അക്ഷരികമായിട്ടുള്ള കാര്യമല്ല, ആത്മീയമായി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരായിരുന്നു. 5-ാം വാക്യം പറയുന്നു, അതിക്രമങ്ങൾ മരിച്ചവരായിരുന്ന അവരെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം അവരെ മരിച്ച അവസ്ഥയിൽ നിന്ന്, അവരെ ശവക്കുഴിയിൽ നിന്ന് ഉയർപ്പിച്ച് അവർക്ക് ജീവൻ കൊടുത്ത് അവരെ ഇപ്പോൾ എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. ഇപ്പൊ അവര് ശവക്കുഴിയിലല്ല, പിന്നെ എവിടെയാണ്? സ്വർഗസ്ഥലങ്ങളിൽ. ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ അവസ്ഥ ഇതുപോലെ ആയിരുന്നു. ആമേൻ. നമ്മളും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരായിരുന്നു. ലോകമാകുന്ന ശവപ്പറമ്പിൽ കർമാചാരങ്ങളുടെ ശവകുടീരങ്ങൾക്കുള്ളിൽ ജീവശവങ്ങളായി കിടന്ന നമ്മെ കർത്താവ് ഉയർപ്പിച്ചു, ജീവിപ്പിച്ചു, സ്വർഗസ്ഥലങ്ങളിൽ ഇന്ന് ഇരുത്തപ്പെട്ടിരിക്കുന്നു. പൊസിഷനിലെ നമ്മൾ സ്ഥാനീയമായി ഇപ്പോൾ എവിടെയാ? വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. സ്വർഗസ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക? ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ വിശ്വാസികളെ അവർ ഇരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ നടപ്പിനെ സംബന്ധിച്ച് ആമേൻ സ്തോത്രം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാമണ്ണം ആമേൻ നിങ്ങൾ നടക്കണം. ഇരുത്തപ്പെട്ടു, ഇനി നടക്കുക മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഇവിടെ നമ്മൾ വായിക്കുന്നു, പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്നു. നീൽ ഡൗൺ ബിഫോർ ദ ലോർഡ്. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നടക്കുക മാത്രമല്ല, മുട്ടുകുത്തണം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സർവായുധങ്ങൾ ധരിച്ചുകൊണ്ട് പിശാചിനോടും പോരാട്ട ദിവസത്തിൽ, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം. ആമേൻ. യു ഹാവ് ടു സ്റ്റാൻഡ് ഹല്ലേലൂയ അഗൈൻസ്റ്റ് ദി ആമേൻ പവർ ഓഫ് ഡാർക്ക്നെസ്. ഹല്ലേലൂയ. അന്ധകാര ശക്തിയോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. ആമേൻ. നിൽക്കുകയാ, ഒരു പോരാട്ടം, ഒരു പടയാളിയെ പോലെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, മരിച്ചു കിടന്നവരെ ശവക്കുഴിയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി, ആമേൻ ഹല്ലേലൂയ, വചനപ്രകാരം വിളിക്ക് യോഗ്യമാമണ്ണം നിങ്ങൾ ആമേൻ നടക്കുക മാത്രമല്ല, ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടുകുത്തണം. ആമേൻ. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കിടന്നവരെ ഉയർപ്പിച്ച്, ജീവിപ്പിച്ച്, ഇരുത്തി, നടത്തി, മുട്ടുകുത്തുന്നത് എന്തിനാ? ഹല്ലേലൂയ. പിശാചിന്റെ മുൻപിലല്ല നമ്മൾ മുട്ടുകുത്തുന്നത്. നമ്മൾ മുട്ടുകുത്തുന്നത് ദൈവത്തിന്റെ മുൻപില്. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. മുട്ടുകുത്തുക മാത്രമല്ല, ആമേൻ, പിശാചിനോടും അവന്റെ പോരാട്ടങ്ങളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിലെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എതിർത്ത് നിൽക്കുകയും ചെയ്യണം. അങ്ങനെ സഭ ഒരു പോരാളിയായി, ഒരു വാരിയറായി, ഒരു കാലിലെ ആയുധം ധരിച്ച് ഒരു പടയാളിയായി അന്ധകാര ശക്തികളോട് ആമേ എതിർത്ത് നിന്ന് പോരാടി ജയിക്കുന്ന ഒരു കാലിലെ പോരാട്ട വീര്യമുള്ള ഒരു പടയാളിയായി സഭ ആയിരിക്കുക. നമ്മുടെ മുൻപിൽ വെല്ലുവിളികളുണ്ട്, നമ്മുടെ മുൻപിൽ പോരാട്ടങ്ങളുണ്ട്, നമ്മുടെ മുൻപിൽ വാതിലുകൾ അടയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഈ ദിവസങ്ങൾ ഞാനും നീ മുട്ടുകുത്തുന്നത് ആരുടെ മുൻപിലാ? സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിലാണ് മുട്ടുകുത്തുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവത്തിന്റെ ജനം വിശ്വസിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, അവന്റെ മുൻപിൽ മുട്ടുമടക്കുന്ന ദൈവത്തിന്റെ പൈതലേ,
പ്രശ്നങ്ങളുടെ മുൻപിലല്ല മുട്ടുമടക്കുന്നത്, ശത്രുവിൻ്റെ മുൻപിലല്ല, പ്രതികൂലങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കുകയല്ല. ഞാനും നിങ്ങൾ മുട്ടുമടക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ മുൻപിൽ മുട്ടുമടക്കിയാൽ ഒരു വിഷയത്തിൻ്റെ മുൻപിൽ മുട്ടടിക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമുക്ക് ഈ വായിച്ച വേദവാക്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ അപ്പോസ്തലൻ ആ പ്രാർത്ഥന ആടെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ആ ഭാഗം ഒന്ന് അല്പം മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് വായിച്ച വേദഭാഗ്യത്തിലേക്ക് കടന്നു വരാൻ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ സ്തോത്രം കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിക്കുക. ഇനി എൻ്റെ 13 മുതലുള്ള 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. 3:14 എഫെസ്യർ 3:14 മുതലുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും അത് നിമിത്തം, ഓൺ ദിസ് അക്കൗണ്ട്, അത് നിമിത്തം എന്ന് പറയുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ദൈവസഭയെ സംബന്ധിച്ചും അപ്പോസ്തലന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും ദൈവസഭ എന്ന മർമ്മത്തെ സംബന്ധിച്ചും ഒക്കെ ചില കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിട്ടാണ് പറയുന്നത്. അത് നിമിത്തം, ഓൺ ദിസ് അക്കൗണ്ട്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? മുട്ടുകുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അനേക ഭക്തന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സാധാരണക്കാരൊന്നുമല്ല മുട്ടുകുത്തിയിട്ടുള്ളത്. സോളമൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ വലിയ രാജാവായിരുന്നു. എന്നാൽ ആലയം പണിത ആലയത്തിൽ ശലോമോൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ആമേൻ. മോശ മുട്ടുമടക്കിയിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ ലീഡറായിരുന്ന മോശ, യോശുവ, ഇവരൊക്കെ കവിണ്ണു വീണ് മുട്ടുമടക്കി ദൈവ മുൻപാകെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. എത്രയോ സന്ദർഭങ്ങളിൽ ഇവിടെ പറയുന്നു, ഞാൻ അവൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് 22:41 ക്രൂശീകരണത്തിന് മുൻപായി ഗത്സമന തോട്ടത്തിൽ കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഗത്സമനയിലെ പ്രാർത്ഥന നമുക്കറിയാം. ആമേൻ. മുട്ടുകുത്തി കർത്താവ് പ്രാർത്ഥിക്കുക. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. കർത്താവിൻ്റെ പ്രാർത്ഥന. അവൻ മുഴങ്കാൽ മടക്കി ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി. അവിടെ 3 ശിഷ്യന്മാര് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാന്. അവർ ക്ഷീണം കൊണ്ട് മയങ്ങുമ്പോഴും ഉറങ്ങുമ്പോഴും കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാ. അവൻ്റെ ശരീരത്തിലെ ചോരത്തുള്ളികൾ വിയർപ്പ് തുള്ളികൾ പോലെ നിലത്ത് വീഴുകയാ. അതിവ്യഥയിൽ നമ്മുടെ കർത്താവ് പോകുകയാ. ക്രൂശീകരണത്തിന് തൊട്ട് മുൻപായി ചോരത്തുള്ളികൾ വിയർപ്പാക്കിക്കൊണ്ട് ഗത്സമനയിൽ മുട്ടുമേൽ വീണുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഗത്സമനയിലെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരൊക്കെ മുട്ടുകുത്തിയിട്ടുണ്ട്. പത്രോസ് മുട്ടുകുത്തിയിട്ടുണ്ട്. സ്തേഫാനോസ് രക്തസാക്ഷിയായി മരിക്കുമ്പോൾ, കല്ലേറേറ്റ് മരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 7:60 വായിക്കുന്നു, സ്തേഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ പാപങ്ങളെ നിർത്തരുതേ, ഇവർക്ക് പാപങ്ങളെ നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ മഹിമയുടെ വലഭാഗെ അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കാണുകയാ. സ്തേഫാനോസ് മുട്ടുകുത്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തുന്ന തന്റെ ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ മുൻപിൽ മുട്ടുമടക്കുന്നവർ ഒരിക്കലും ഹല്ലേലൂയ ലജ്ജിക്കേണ്ട വരികയില്ല. ഞാനും നിങ്ങൾ മുട്ടുമടക്കുന്നത് ആരുടെ മുൻപിലാ? ഒരു സംഘടനയുടെ നേതാവിന്റെ മുൻപിലല്ല, ഒരു വലിയ മനുഷ്യന്റെ മുൻപിലല്ല, ഒരു പുരോഹിതന്റെ മുൻപിലല്ല, ഒരു പ്രവാചകന്റെ മുൻപിലല്ല. ഹല്ലേലൂയ. ഞാനും നീ മുട്ടുമടക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിലാണ് മുട്ടുകുത്തുന്നത്. അവന്റെ മുൻപിൽ മുട്ടുകുത്തിയാൽ ആമേ ഒരു പ്രശ്നത്തിന്റെയും മുൻപിൽ നീ പരാജയപ്പെടുകയില്ല. നീ ആരുടെയും മുൻപിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല. ഇന്ന് പകൽക്കാല ഞാനും നിങ്ങൾ മുട്ടുമടക്കിയിരിക്കുന്ന ആരുടെ മുൻപിലാ? ഓ, സകലത്തിന്റെയും സൃഷ്ടിതാവായ, എല്ലാറ്റിന്റെയും ഉടമസ്ഥനായ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ, എല്ലാറ്റിനെയും വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഉളവാക്കിയവനായ ആ സർവശക്തിയുള്ള ദൈവത്തിന്റെ മുൻപാകെയാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. Praise the Lord. Hallelujah. Amen. Glory to God. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചില ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ദൈവത്തോട് ദൈവസന്നിധിയിൽ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ അതിൻ്റെ ഘനം അല്ലെങ്കിൽ അതിൻ്റെ ആഴം, ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട അതിൻ്റെ ഉള്ളടക്കം, കണ്ടന്റ് എന്തായിരിക്കണം? നമ്മുടെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അതിന് 16 മുതൽ ഉള്ള വാക്യം നമുക്ക് വീണ്ടും ഒന്ന് വായിക്കാം. 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്.
അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചു ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പം നമ്മൾ അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥനയിൽ പറയുന്ന വിഷയം നമ്മുടെ അകത്തെ മനുഷ്യൻ. പുറത്ത് ഈ മനുഷ്യൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ അകത്ത് ഒരു മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യൻ, ഇന്നർ മാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അകത്തെ മനുഷ്യൻ, നമ്മുടെ ആത്മമണ്ഡലം, നമ്മുടെ ദേഹീ മണ്ഡലം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ 3 ഭാഗങ്ങളോട് കൂടിയാണ് മനുഷ്യൻ്റെ ആളത്വം എന്ന് പറയും. ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. നമുക്കറിയാം, സ്തോത്രം, നമുക്ക് 3 ഭാഗങ്ങളുണ്ട്, 3 ഘടകങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്ന് സാധാരണ പറയാറുണ്ട്. അവിടെ ദേഹത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്, ബോഡിക്കാണ്. ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. എന്നാൽ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ക്രമം, തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ആദ്യം ആത്മാവ്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എന്ന ക്രമമാണ് ബൈബിൾ പറയുന്നത്, അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ആത്മാവ് ആദ്യം, അകത്തെ മനുഷ്യൻ, ആത്മാവ്, ദേഹി, ദേഹം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ അറിയിക്കണം. എന്നാൽ അതിലുപരിയായി നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, ആ അകത്തെ മനുഷ്യന് വേണ്ടിയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ. ഈ വചനം വായിക്കുന്നത്, വചനം ധ്യാനിക്കുന്നത്, അല്ലേ? രാവിലെ തൊട്ട് വൈകുന്നവർ എന്തുമാത്രം പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ, യൂട്യൂബിൽ എന്ത് പ്രസംഗങ്ങളാണ്. രാവിലെ തൊട്ട് വൈകുന്നവരെ നമുക്ക് ദൈവവചനം കേൾക്കാൻ കഴിയും. എത്ര കൺവെൻഷനുകളുണ്ട്, എത്ര ക്രൂസൈഡുകളുണ്ട്, ബൈബിൾ ക്ലാസ്സുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, കാത്തിരിപ്പ് യോഗങ്ങൾ, എന്തുമാത്രം യോഗങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. എല്ലാം എന്തിനാ? നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിനാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പുറമേയുള്ള മനുഷ്യന് വിടുതലുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി വിടുതലെല്ലാം അതിന്റെ പുറകെ അങ്ങ് വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുക, അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, പുറമേയുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം ഹല്ലേലൂയ അതോടുകൂടി പരിഹരിക്കപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. Hallelujah. Praise the Lord. Glory to God. അപ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എങ്ങനെ ബലപ്പെടണമെന്ന? ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിനും വിശദീകരിച്ചു പോകുന്നില്ല. അടുത്ത വാക്യം വായിച്ചാട്ട്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എങ്ങനെ വസിക്കണം? ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? വസിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പുണ്ട്? നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, അകത്തൊരു വ്യക്തിയുണ്ട്. ആരാ? ക്രിസ്തു. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പോസ്തലൻ പറയുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉണ്ട്. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം ആഴത്തിൽ വർദ്ധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്ത് കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ അകത്ത് കർത്താവ് വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെയാ അറിയുന്നത് നമ്മുടെ അകത്ത് കർത്താവ് ഉണ്ടെന്ന്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെയാ അറിയുന്നത്? വിശ്വാസത്താൽ. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ വീര നായകന്മാര്, വിശ്വാസത്തിന്റെ വീര നായികമാരായിട്ടുള്ള ആളുകൾ, വീരധീര വനിതകളെ കുറിച്ച് ഒക്കെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാർ, ഹീറോയിൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ധീര വനിതകളെ കുറിച്ച്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, യോശുവ, ആമേൻ, കാലേബ്, രാഹാബ്, ഇബ്താഹ്, ശിംശോൻ, ദാവീദ്, ഹല്ലേലൂയ, ആമേൻ, തുടങ്ങിയ ഭക്തന്മാരെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ
അതിനെക്കുറിച്ച് താഴോട്ട് അവർ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ അവർ അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു കളഞ്ഞു, വിശ്വാസത്താൽ അവർ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, വിശ്വാസത്താൽ സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരിച്ചവരെ തിരികെ ലഭിച്ചു, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ക്ക് തെറ്റി, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായെ അടച്ചു. ഹല്ലേലൂയ! ഇന്ന് പകൽക്കാല വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണ്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയിൽ നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും എന്തില്ല? വിശ്വാസം ഇല്ല. നമ്മൾ ഒന്ന്, ദൈവത്തെ വിശ്വസിക്കണം. രണ്ട്, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. ദൈവവചനത്തിന് ദൈവത്തോളം വലിപ്പം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കുന്നതോടൊപ്പം ദൈവവചനത്തെയും നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തോളം വലിപ്പം ദൈവവചനത്തിനുണ്ടെന്ന് വിശ്വസിക്കണം, വചനം അതുപോലെ വിശ്വസിക്കണം. മൂന്നാമത് എന്ത് വേണം? നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ വിശ്വസിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തിന്റെ വിശദീകരണമാണല്ലോ. അവിടെ പറയുന്ന ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. അപ്പം ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദൈവം ജീവിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ഈ ലോകത്തിലുണ്ട്, ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. പലരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പലർക്കും ദൈവത്തെ വിശ്വാസമില്ല. പ്രൈസ്, ദൈവത്തെ വിശ്വാസമില്ലാതെ പലരും ഹല്ലേലൂയ സ്തോത്രം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കണം ദൈവം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിലനിൽപ്പിൽ നമ്മൾ വിശ്വസിക്കണം. തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കണം. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയെ പലർക്കും വിശ്വാസമില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കട്ടെ. ആമേ. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ഇവിടെ പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ താഴെ അടുത്ത വാക്യം 18-ാമത്തെ വാക്യം വായിച്ചാട്ട്: വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുക, സ്തോത്രം, ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. മാത്രമല്ല സ്നേഹത്തിൽ വേരൂന്നി, ഹല്ലേലൂയ, സ്നേഹത്തിൽ വേരൂന്നി, ബി ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ്, ഹല്ലേലൂയ, ആഴത്തിൽ വേരൂന്നി. വീതിയും നീളവും ആഴവും ഉയരവും നമ്മൾ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്നതായ ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണമെന്നും അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങൾ നമ്മുടെ അകത്ത് നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ നിലയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ആത്മീയമായി വളരുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ഒരുക്കപ്പെടുമ്പോൾ, അത് കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, now to him who is able to do immeasurably more than all we ask or imagine. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാൾ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ ഒക്കെ ഇമ്മെഷറബിൾ ആയിട്ട്, എന്ന് പറഞ്ഞാൽ അളവ് കൂടാതെ, അളവ് കൂടാതെ, അതിനപ്പുറമായിട്ട് നമ്മിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവന് ഇന്ന് പകൽ ആ വാചനത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഇത്രയും നേരം മുഖവരിയായിട്ട് ഒന്ന് ചിന്തിച്ചതാണ് ഈ ഭാഗങ്ങൾ. അപ്പോസ്തലന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം ആഴത്തിൽ ഒത്തിരി നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഞാൻ വാക്യത്തിലേക്ക്, നമ്മുടെ കുറിവാക്യത്തിലേക്ക് വേഗത്തിൽ വരേണ്ടത് കൊണ്ട് ആ ഭാഗം ചുരുക്കി പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ പ്രവർത്തിക്കുവാൻ
ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ വിശ്വസിക്കുക. ആമേൻ. ചോദിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, വിശ്വസിക്കാൻ തയ്യാറായാൽ, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായി, നമ്മൾ നനയ്ക്കുന്നതിന് അപ്പുറമായി, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി, നമ്മൾ ഊഹിക്കുന്നതിനപ്പുറമായി, നമ്മൾ കണക്കൂട്ടുന്നതിനപ്പുറമായി, നമ്മൾ നിരൂപിക്കുന്നതിനപ്പുറമായി, നമുക്ക് ഈവൻ ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഴത്തിൽ നമുക്ക് വിശ്വസിക്കാം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി തരുവാൻ കഴിയുക. ചോദിക്കുക എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥനയുടെ ചില ലെവലുകൾ നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, അല്ലേ? ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു, നമുക്കറിയാം. ഒന്ന്, യാചിപ്പീൻ. മലയാളത്തിൽ ചിലയിടത്ത് നമുക്ക് യാചിപ്പീൻ എന്നാണ്, എന്നാൽ ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും എന്ന്. രണ്ടാമത് പറയുന്നു, മുട്ടുവീൻ, എന്ത് ചെയ്യും? തുറക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നോക്ക്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ്. ആസ്ക്. ആമേൻ. ഹല്ലേലൂയ. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. സീക്ക് യു വിൽ ഫൈൻഡ്. നോക്ക് ദ ഡോർ വിൽ ബി ഓപ്പൺ ടു യു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയുടെ 3 ലെവലാ. ഒന്ന്, ചോദിക്കുക. 2, ഹല്ലേലൂയ, മുട്ടുക. പ്രൈസ്. ആമേൻ. 3, അന്വേഷിക്കുക. ചോദിക്കുക. ഹല്ലേലൂയ. ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. മുട്ടുവീൻ, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. പ്രാർത്ഥനയുടെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ലെവലാണത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ 1ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുക. ഇന്ന് പകൽക്കാലം ചോദിക്കാൻ തയ്യാറായാൽ 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചോദിക്കാം. യേശുവിന്റെ നാമത്തിൽ ചില അനുഗ്രഹങ്ങൾ ചോദിക്കുക. അക്സ കാലേബിനോട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തെക്കേദേശം ചോദിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാലേബിനെ കുറിച്ച് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അക്സ അവളോട് ചോദിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോടൊരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്നു ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു. അവൾ അവനോട്, ഒരനുഗ്രഹം എനിക്ക് തരണമേ, നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവുകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. മലയിലും താഴ്വരയിലും, ഉയരത്തിലെ അനുഗ്രഹം, താഴ്വരയിലെ അനുഗ്രഹം, കുന്നിന്മേൽ മലയിലെ അനുഗ്രഹം, ഉയർന്ന അനുഗ്രഹം, താഴ്വരയിലെ അനുഗ്രഹം, വാലി താഴ്വരയിലെ അനുഗ്രഹം. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കാലേബിനോട് അക്സ ചോദിക്കുക, നീ എന്നെ തെക്കേ നാട്ടിലേക്കാണ് അയച്ചത്, നീ എനിക്കൊരു അനുഗ്രഹം തരണം. അപ്പനോട് മക്കൾ അവകാശം ചോദിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. നാം മക്കളാ. കർത്താവ് പറഞ്ഞു, മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? മീനെ ചോദിച്ചാൽ അവന് ഹല്ലേലൂയ തേളിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? യേശുവിന്റെ നാമത്തിൽ അപ്പം ചോദിച്ചാൽ അവൻ കല്ല് കൊടുക്കത്തില്ല. മീനെ ചോദിച്ചാൽ അവൻ പാമ്പിനെ കൊടുക്കത്തില്ല. മുട്ട ചോദിച്ചാൽ അവൻ തേളിനെ കൊടുക്കത്തില്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് ആമേ പരിശുദ്ധാത്മാവിനെ ആമേ ചോദിച്ചാൽ അവർ എത്രയധികമായി നൽകുക. ഇന്ന് പകൽക്കാലം അപ്പനോട് മക്കൾ ചോദിക്കുകയാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ യേശുവിന്റെ നാമത്തിൽ. എനിക്ക് മലയിലെ അനുഗ്രഹം വേണം, എനിക്ക് താഴ്വരയിലെ അനുഗ്രഹം വേണം, എനിക്ക് ഉയരത്തിലെ അനുഗ്രഹം വേണം, എനിക്ക് ഭൂമിയിലെ അനുഗ്രഹം വേണം. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ചോദിക്കുകയാണ്. അവന്റെ കയ്യിലുണ്ട്, ചോദിച്ചാൽ അവൻ തരാൻ ശക്തനാ. നമ്മുടെ ദൈവത്തിന്റെ പക്കലുണ്ട്. സകല ആമേൻ ധനവും മാനവും പുരാതന സമ്പത്തും എല്ലാം ദൈവത്തിന്റെ പക്കലുണ്ട്. നമ്മൾ ചോദിക്കണം. അപ്പനോട് മക്കൾ ചോദിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടല്ലേ ചോദിക്കുന്നത്? അയലത്തെ വീട്ടിലെ ഒരു മനുഷ്യനോട് പോയി ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പനോടാ ചോദിക്കുക. പപ്പാ, എനിക്ക് ഇനി ആവശ്യമുണ്ട്, സ്കൂളിൽ ഇനി ആവശ്യമുണ്ട്, കോളേജിൽ ഇനി ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ആമേൻ സ്തോത്രം ഉണ്ടാകും.
ഉണ്ടാക്കിയ അല്ലെങ്കിൽ പൈസ നമ്മൾ ഹല്ലേലൂയ ആമേൻ കളക്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കാരണം അവർ മക്കളായത് കൊണ്ടാണ് ചോദിച്ചത്. മക്കൾക്ക് അപ്പനോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ചോദിച്ചാൽ അല്ലേ? മുടിയംപുത്രന്റെ ചേട്ടനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവൻ പരാതി പറഞ്ഞല്ലോ, മുടിയംപുത്രൻ മടങ്ങി വന്ന. മുടിയംപുത്രൻ എന്ന് നമ്മൾ ഇട്ടേക്കുന്ന പേരാ, ഓക്കെ, എന്തുവാകട്ടെ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞല്ലോ, അപ്പ നീ എനിക്ക് ഇന്ന് വരെ ഒരു ആടിനെ എൻ്റെ ചങ്ങാതികളുമായിട്ട് എനിക്കൊന്ന് ഹല്ലേലൂയ ഒന്ന് സന്തോഷിക്കാൻ നീ എനിക്ക് തന്നിട്ടില്ല. ഈ അനിയൻ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് വേണ്ടി നീ കാളക്കുട്ടിക്ക് അറുത്തുണ്ടാക്കി. അപ്പോൾ അപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എടാ നിനക്ക് തരണമെങ്കിൽ നീ ഇതുവരെ ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചെങ്കിൽ തരത്തില്ലായിരുന്നോ? എന്തുമാത്രം ആട്ടിൻകുട്ടികൾ അവിടെ ഉണ്ട്, എന്തുമാത്രം മൃഗം അവിടെ ഉണ്ട്. പ്രൈസ്. ഇപ്പൊ പറയുക, എൻ്റെ ചങ്ങാതികളുമായിട്ടൊന്ന് സന്തോഷിക്കാം, നീ ഇന്ന് വരെ ഒരു ആട്ടിൻകുട്ടിയെ നീ തന്നിട്ടില്ലെന്ന് അപ്പനോട് പരാതി പറയുക. എടാ, അപ്പൻ തരാൻ തയ്യാറ്, അപ്പൻ്റെ കയ്യിലുണ്ട്, പക്ഷെ നീ ചോദിച്ചില്ല. ചോദിക്കാതെ എങ്ങനെയാ തരുന്നേ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചോദിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. ചോദിക്കണം ദൈവത്തോട്. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ. ചോദിച്ചാൽ നിനക്ക് കിട്ടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചോദിച്ചാൽ നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. ചോദിക്കാൻ നീ തയ്യാറാകുക. ഹല്ലേലൂയ. ചോദിക്കുന്നവർക്ക് വേണ്ടി അവൻ തരാൻ തയ്യാറാണ്. അവന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. അവനോട് ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ്. ചോദിക്കുന്നവർക്ക് വേണ്ടി അവൻ നൽകും. ആത്മാക്കളെ ചോദിച്ചാൽ ആത്മാക്കളെ ദൈവം നിനക്ക് നൽകും. കൃപാവരങ്ങളെ ചോദിക്കൂ, അവൻ നിനക്ക് കൃപാവരങ്ങളെ നൽകും. ആമേൻ. രോഗസൗഖ്യം നീ ചോദിച്ചാൽ അവൻ നിനക്ക് രോഗസൗഖ്യം തരും. ഭൗതികമായ ആവശ്യങ്ങൾ നീ ചോദിച്ചാൽ അവൻ അത് നിർവഹിച്ചു തരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുന്നവർക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ചോദിച്ചാൽ കിട്ടും. നമ്മുടെ കർത്താവ് ഒരിക്കൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞില്ലേ? അർദ്ധരാത്രിയിലെ സ്നേഹിതന്റെ ഉപമ. ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലൊരു ഉപമയാണ് അർദ്ധരാത്രിയിലെ സ്നേഹിതന്റെ ഉപമ. നിങ്ങൾക്കറിയാം, ഞാൻ വാക്യങ്ങളെല്ലാം എടുക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുണ്ട്. ഒരു സ്നേഹിതന്റെ അടുക്കലേക്ക് അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വരുന്നു. അവിചാരിതമായിട്ട് വരും. അദ്ദേഹം ഇങ്ങനെ വഴി യാത്രയിൽ നടന്ന് ക്ഷീണിച്ച് വിശന്ന് പൊരിഞ്ഞ്, അന്നത്തെ കാലമാണ് നമ്മൾ ഓർക്കണം, വിശന്ന് പൊരിഞ്ഞ് ഈ സ്നേഹിതന്റെ അടുക്കൽ വരിക. രാത്രി യഹൂദന്മാർക്ക് ആതിഥ്യ മര്യാദ ഭയങ്കര. അവരുടെ വീട്ടിലൊരാൾ രാത്രി വന്ന് അവരെ തനിയെ വിടത്തിൽ. അന്നത്തെ കാലമാണ്. ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊന്നുമില്ല. പ്രീസ്. അപ്പോൾ അവരുടെ കൂടെ രാത്രി സ്റ്റേ ചെയ്യണം. പക്ഷേ ഈ സ്നേഹിതൻ വീട്ടിൽ വിശന്ന് പൊരിഞ്ഞ് വരുമ്പോ ഈ ഒന്നാമത്തെ സ്നേഹിതന്റെ പക്കൽ ഇവന് കൊടുക്കാൻ ആഹാരമില്ല, അപ്പമില്ല. അന്നത്തെ കാലത്ത് വൈകിട്ടുണ്ടായിരുന്നത് കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ കഴിച്ചിട്ട് കലമെല്ലാം കഴുകി കമഴ്ത്തി വെച്ചിരിക്കുക, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ സ്നേഹിതന് കൊടുക്കാൻ അവന്റെ പക്കൽ അപ്പമില്ല. അവന്റെ അടുക്കള കാലിയ, അവന്റെ പത്താഴപ്പുര കാലിയ, അവന്റെ ഭരണി കാലിയ, അവന്റെ കലം കാലിയ. അവന് വിളമ്പി കൊടുക്കാൻ ഒന്നുമില്ല. അപ്പൊ ഈ ഒന്നാമത്തെ സ്നേഹിതൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്നേഹിതന് ആവശ്യത്തിന് വേണ്ടി, അവൻ ആഹാരം കൊടുക്കാൻ വേണ്ടി അവന്റെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂന്നാമത് ഒരു സ്നേഹിതന്റെ അടുക്കൽ പോകുന്നു. അർദ്ധരാത്രിയിലാണ് പോകുന്നത്. അർദ്ധരാത്രി ചെന്നിട്ട് മൂന്നാമത്തെ സ്നേഹിതന്റെ വീട്ടിൽ ചെന്നിട്ട് വാതിൽക്കൽ മുട്ടുന്നു. ഹി വാസ് നോക്കിംഗ്. അവിടെ മുട്ടുകയാണ്. ഹല്ലേലൂയ. മുട്ടിട്ട് പറഞ്ഞു, സ്നേഹിത, എനിക്കൊരു 3 അപ്പം നീ വായ്പ തരണം. ബോറോ മീ 3 loaves of bread. ഐ നീഡ് 3 loaves of bread. കടം ചോദിക്കുക. 3 അപ്പം എനിക്ക് വായ്പ തരാനാ പറഞ്ഞ്, കടം തരാനാ പറഞ്ഞ്. കാരണം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ ഒരു സ്നേഹിതൻ വന്നു. അവന് വിളമ്പി കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. അതുകൊണ്ട് നീ എനിക്കൊരു 3 അപ്പം വായ്പ തരണം. അവൻ ചോദിക്കുമ്പോൾ സ്പെസിഫിക് ആണ്. 3 loaves of bread. ചുമ്മാ നീ സ്നേഹിത എന്തെങ്കിലും കഴിക്കാനുണ്ടോ, വല്ലതും ഉണ്ടോ എന്നല്ല ചോദിച്ച്, എനിക്ക് വേണം. ഐ നീഡ്. എന്താ വേണ്ടത്? 3 അപ്പം വേണം. നമ്മൾ ചോദിക്കുന്നതിന് സ്പഷ്ടമായിട്ട് ചോദിക്കണം ദൈവത്തോട്. സ്പെസിഫിക് ആയിരിക്കണം. 10 ആത്മാക്കളെ ചോദിച്ചാൽ 10 ആത്മാക്കൾ, 25 ആത്മാക്കൾ 25 ആത്മാക്കൾ, 50 ആത്മാക്കളെങ്കിൽ 50 ആത്മാക്കൾ. ഇത്ര പേര് സ്നാനപ്പെടണം എന്ന് തന്നെ പറയണം. ദൈവത്തോട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാര്യം പറയണം. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഉഴപ്പി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ നീ എല്ലാം അറിയല്ലോ, അല്ലേ? നമ്മുടെ പെന്തിക്കോസുകാരുടെ ഇന്നത്തെയൊക്കെ പ്രാർത്ഥന വൈകുന്നേരമൊക്കെ ആകുമ്പോൾ, വൈകുന്നേരം പിന്നെ ഇപ്പം പല ക്രിസ്ത്യാനികളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥന ഇല്ല, സന്ധ്യാപ്രാർത്ഥന ഇല്ല, പ്രഭാതത്തിലെയും പ്രാർത്ഥന ഇല്ല. ഇനി സന്ധ്യപ്രാർത്ഥന ക്രിസ്ത്യാനികളുടെ പല വീടുകളിൽ ഇപ്പോൾ പ്രാർത്ഥന ഇല്ല. കാരണം എൻ്റെ ഒരു സ്നേഹിതൻ അടുത്ത സമയത്ത് ഒരു റിസർച്ച് നടത്തിയപ്പോൾ പ്രയർ ടൈം ഈസ് ദ പ്രൈം ടൈം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ വിഷയം.
ക്രിസ്ത്യാനികളുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥന സീരിയൽ കൈയടക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന മിക്ക വീടുകളിലും ഇല്ലെന്നല്ല, മൊത്തം ഇല്ലെന്നല്ല പറഞ്ഞത്, എന്നാൽ ഏറെക്കുറെ മിക്ക വീടുകളിലും സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രയർ ടൈം ഈസ് ദ പ്രൈം ടൈം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പഠനത്തിൽ അനേക ക്രിസ്ത്യാനികളുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന ഇല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഹല്ലേലൂയ, പല ആളുകളും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ എല്ലാം അറിയുന്നല്ലോ, ഞങ്ങളുടെ പാസ്റ്ററെ കാത്തോണേ, മൂപ്പന്മാരെ എല്ലാം കാത്തോണേ, കമ്മിറ്റി അംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ, പിന്നെ കുറെ പേരുടെ പേരും ഒക്കെ പറഞ്ഞിട്ട് പറയും, കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാനിതാ മറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നെ പഞ്ചറായ സൈക്കിളിന് കാറ്റടിക്കുന്നത് പോലെ അല്ലേ, പ്രൈസ് ദി ലോർഡ്, പലരും 2 വലി വലിച്ചിട്ട് കിടക്കും. ഹല്ലേലൂയ. ആമേൻ. പല പ്രാർത്ഥനകളും ദൈവമേ നിനക്കെല്ലാം അറിയാമല്ലോ, ഞാൻ പിന്നെ ഇത്തിരി കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദൈവത്തിനെല്ലാം അറിയാം, ദൈവത്തിനെല്ലാം അറിയാം. ദൈവത്തിനറിയാമെങ്കിലും ഞാൻ പറയാം, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ ആഹാരം ദൈവം തരും, അപ്പം തരും, അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെന്ന് വിചാരിച്ച് ദൈവം ആഹാരം തരത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദൈവം തരും, ഭക്ഷണം തരും. ലോകത്തിലെല്ലാ മനുഷ്യനും ദൈവം കൊടുക്കുന്നില്ലേ? ഹിന്ദുവിനും മുസൽമാനും ബുദ്ധനും ജൈനനും അറബിക്കും ആഫ്രിക്കക്കാരനും എല്ലാം സൂര്യൻ്റെ പ്രകാശം എല്ലാവർക്കും ദൈവം കൊടുക്കുന്നില്ലേ? മഴ ദൈവം എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? പ്രാണവായുവിനെ ദൈവം എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ജീവജാലങ്ങൾക്കെല്ലാം ദൈവം കൊടുക്കുന്നില്ലേ? ദൈവം ആർക്കെങ്കിലും പക്ഷപാതം കാണിക്കുന്നുണ്ടോ? ദൈവം ഏതെങ്കിലും ഹല്ലേലൂയ വർഗ വർണ്ണ വ്യത്യാസം കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവനാ. പ്രകൃതിയുടെ ഉദവികൾ എല്ലാ മനുഷ്യനും ദൈവം കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അതൊന്നും മുടക്കിക്കളയത്തൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുമ്പോൾ നാം വ്യക്തമായി ദൈവത്തോട് ചോദിക്കണം. അപ്പൊ ഈ സ്നേഹിതനോട് പറഞ്ഞു, നീ എനിക്ക് 3 അപ്പം തരണം. ഈ സ്നേഹിതൻ എന്താ പറഞ്ഞെന്നറിയാമോ? നീ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ കിടക്കുന്നു, കഥകടച്ചിരിക്കുന്നു. കാരണം പാലസ്തീനിലെ അവരുടെ വീടെന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ വീട്, പണക്കാരൻ്റെ അല്ല, സാധാരണക്കാരൻ്റെ വീട്. അവരുടെ വീടിൻ്റെ മുൻവശത്ത് നീളത്തിലൊരു മുറി കാണും. ആ മുറിയിൽ ഒരൊറ്റ കതക്, ഫ്രണ്ടിൽ ഒരു വാതിലുള്ളൂ. അപ്പോൾ ഈ വാതിൽ അടച്ചിട്ട് അവിടാണ് എല്ലാവരും കിടക്കുന്നത്. ബാക്കിൽ അല്പം ഉയർന്ന ഭാഗത്താണ് കിച്ചൺ, ഇച്ചിരി ഉയർന്നിരിക്കും. ഇങ്ങേ വശത്ത് തൊഴുത്താണ്, ആടുകളെയൊക്കെ മേയിക്കുന്ന സ്ഥലം. ഇതാ ഒരു സാധാരണ യഹൂദൻ്റെ വീട്. അപ്പോൾ രാത്രിയിൽ അടുക്കളയൊക്കെ അടച്ചു കഴിഞ്ഞ് ഈ ഫ്രണ്ട് വാതിലും അടച്ചു കഴിഞ്ഞാൽ ഭാര്യയും പിള്ളേരും എല്ലാവരും ഇങ്ങനെ കിടക്കുന്നത്. അത്ര വീതിയെ കാണത്തുള്ളൂ. അപ്പോൾ ഒരാൾ വന്ന് രാത്രി മുട്ടിയാൽ ഇവരുടെ എല്ലാ ഉറക്കം കെടുത്തിയിട്ട് എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്നേഹിതൻ പറഞ്ഞത്, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അരികിൽ കിടക്കുന്നു, എനിക്ക് ഇപ്പോൾ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് നിനക്കപ്പം തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പമില്ലെന്ന് പറഞ്ഞിട്ടില്ല, അപ്പം തരത്തില്ലെന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ വീട്ടിൽ അപ്പം ഉണ്ട്, അവൻ തരാൻ മനസ്സുള്ളവനുമാണ്. പക്ഷെ അവൻ പറയുന്ന ഒറ്റ എക്സ്ക്യൂസ് എന്താണെന്നറിയാമോ? എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ എഴുന്നേറ്റ് ഇവരുടെ എല്ലാം ഉറക്കം പോകും, അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ പ്രയാസപ്പെടുത്തരുതെന്നേ അവൻ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്നേഹിതന് അറിയാം ഇവൻ്റെ വീട്ടിൽ അപ്പം ഉണ്ടെന്ന്, അവൻ്റെ വീട്ടിൽ അപ്പം ഉണ്ടെന്ന്, അപ്പം തരാൻ അവന് മനസ്സുണ്ടെന്നും ഈ സ്നേഹിതന് അറിയാം. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ അവൻ ചെന്നിട്ട് അവൻ്റെ വാതിൽക്കൽ മുട്ടുക, സ്നേഹിത എനിക്ക് അപ്പം വേണം, എനിക്ക് അപ്പം വേണം, ഗീവ് മീ ബ്രെഡ്, ഗീവ് മീ ബ്രെഡ്, ഗീവ് മീ ബ്രെഡ്. അവൻ അപ്പം ചോദിച്ചു കൊണ്ടിരുന്നു, അവൻ മുട്ടിക്കൊണ്ടിരുന്നു. അവൻ്റെ മുട്ടൽ നിർത്തിയില്ല കേട്ടോ. ഹി കെപ്റ്റ് ഓൺ നോക്കിങ്. അവൻ മുട്ടുകയാണ്. ആമേൻ. അൻറ്റിൽ ദ ഡോർ വാസ് ഓപ്പൺഡ്. കതക് തുറക്കുന്നത് വരെ അവൻ മുട്ടിക്കൊണ്ടിരുന്നു. അവന് ലജ്ജയില്ല, അവന് യാതൊരു നാണക്കേടുമില്ല. അവൻ ആവശ്യക്കാരന് ഔചിത്യമില്ല, ആവശ്യക്കാരന് ലജ്ജയില്ല, ആവശ്യക്കാരന് നാണക്കേടില്ല. അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്താ സംഭവിച്ചത്? അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം ആ സ്നേഹിതൻ എഴുന്നേറ്റ് അവന് വേണ്ടുവോളം അപ്പം കൊടുത്തെന്ന 3 അപ്പം വായ്പ ചോദിച്ചവന് വേണ്ടുവോളം അപ്പം കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് he is able. നമ്മുടെ ദൈവത്തിന് കഴിയും, നമ്മുടെ ദൈവത്തിന് സാധിക്കും. ഇന്ന് പകൽ വിശ്വസിക്കുക, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 3 അപ്പം വായ്പ ചോദിച്ചവന് വാതിൽ തുറന്ന് വേണ്ടുവോളം അപ്പം കൊടുത്തവന്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നമ്മുടെ ദൈവം ആരാ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ്. ഹല്ലേലൂയ. 1, 2, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥന നിർത്താറുണ്ട്. പാസ്റ്ററെ എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കാം, മറുപടിയില്ല. നോ,
ചില വിഷയങ്ങൾ താമസിക്കും, അല്പം താമസിക്കും. വെയിറ്റ് ചെയ്യുക, മുട്ടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചില ആളുകൾക്ക് പെട്ടെന്ന് കാര്യം നടക്കണം. പണ്ട് പൊട്ടക്കണ്ണം പ്രാർത്ഥിച്ച പോലെ, കണ്ണ് കാണാൻ മേലാത്ത ഒരുത്തന് അല്ലേ, അദ്ദേഹത്തിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഒരു വരം ചോദിച്ചോ, ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. ഏത് വരം വേണേലും ചോദിച്ചോ, തരാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു വരമേ ചോദിക്കാവൂ, ഒറ്റ വരമേ ചോദിക്കാവൂ, അത് തന്നേക്കാമെന്ന് പറഞ്ഞു. യവന് കണ്ണും കാണത്തില്ല, ബ്ലൈൻഡാണ്. അപ്പോൾ യവൻ ആലോചിച്ചപ്പം ഒരു വരമേ ചോദിക്കാവൂ, കണ്ണ് കാണാത്ത മനുഷ്യനുമാണ്. അപ്പോൾ എന്താ ചോദിക്കുമെന്ന് പറയും. പുള്ളി ഇത്തിരിയേറെ ആലോചിച്ചിട്ട് പുള്ളി പറഞ്ഞു, എൻ്റെ കൊച്ചുമകൻ സ്വർണ്ണത്തളികയ്ക്കകത്ത് ചോറുണ്ണുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്ന്. ഇവൻ മലയാളി തന്നെ, ഇവൻ നമ്മുടെ നാട്ടുകാരനാ. ഇത്രയും ബുദ്ധി നമുക്കേ ഉള്ളൂ. അതെ, കൊച്ചുമകൻ എന്ത് ചെയ്യണം? സ്വർണ്ണത്തളിയെ ചോറുണ്ണണം. ചുമ്മാ ചോറുണ്ടാൻ പറ്റത്തില്ല. സ്വർണ്ണത്തളിയെ ചോറുണ്ണണമെങ്കിൽ ഞാൻ നല്ല കുബേരനാകണം, റിച്ച് കാശുകാരനാകണം. അവൻ ഒരു വെടിക്ക് 2 പക്ഷിയല്ല 3 പക്ഷി, ഒറ്റയടിക്ക് ഒരു വരം ചോദിക്കാൻ പറഞ്ഞവൻ എല്ലാം കൂടെ ചേർത്ത് ഒറ്റയടിക്ക് ചോദിച്ചു. അവൻ ഇപ്പോഴെങ്കിലും ചാകരുത്. കൊച്ചുമകനെ കാണണമെങ്കിൽ ഒത്തിരി നാൾ ജീവിച്ചിരിക്കണം. സ്വർണ്ണത്തളിയെ ചോറുണ്ണണമെങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കണം, റിച്ചാകണം, ഭയങ്കര പണക്കാരനാകണം, പൂത്ത കാശുകാരനാകണം. എന്നാലല്ല സ്വർണ്ണത്തളികയിൽ കൊച്ചുമകൻ ചോറിന് ഇവൻ്റെ കണ്ണുകൊണ്ട് കാണുകയും വേണം, കണ്ണും തുറക്കണം. ഇവൻ കുരുടനാണല്ലോ. അതെ, നമ്മളൊക്കെ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ടല്ലേ? സ്തോത്രം. നോ, ചില കാര്യങ്ങൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, അല്പം ഒന്ന് കാത്തിരിക്കണം. ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് മറുപടിയാ, പക്ഷെ ചില പ്രാർത്ഥനകൾക്ക് അല്പം ഒന്ന് കാത്തിരിക്കണം. അതിനെ പറയുന്ന ലേറ്റ് ഡെലിവറൻസ് എന്ന. ലേറ്റ് ഡെലിവറൻസ്. അബ്രഹാമിന് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു കുഞ്ഞിനെ കാണാൻ. ജോസഫ് 13 വർഷം കാരാഗൃഹത്തിൽ കടന്നു ഒന്ന് പുറത്തു വരാൻ. പക്ഷെ പുറത്തു വന്നപ്പോൾ അവന് വേണ്ടി ഒരു കസേര ഒരുക്കപ്പെട്ടു, യേശുവിൻ്റെ നാമത്തിൽ. സക്കരിയാവും എലിസബത്തും വയസ്സ് എന്ന് മച്ചിയായ എലിസബത്ത്, സക്കരിയാവ് പുരോഹിതനാണ്. എത്ര കാലം പ്രായം ചെന്ന സക്കരിയാവ് എലിസബത്ത്, ഒരു കുഞ്ഞ് ജനിക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൂതൻ സക്കരിയാവ് ആലയത്ത് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കാൻ പോകാ. അവൻ ആരാന്നറിയാമോ? അവനാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ. പ്രൈസ് ദി ലോർഡ്. ലേറ്റ് ഡെലിവറൻസ് നടന്നാൽ ഭയങ്കര വിടുതലായിരിക്കും. എന്താണെന്നറിയാമോ? നേരത്തെ ഒരു മകനെ വേണമെങ്കിൽ സക്കരിയാവിന് കൊടുത്തുകൂടായിരുന്നോ? എലിസബത്തിനും സക്കരിയാവിനും ഒരു പൈതലിനെ ദൈവത്തിന് കൊടുക്കാം, പക്ഷെ യോഹന്നാനെ കിട്ടത്തില്ല, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കിട്ടത്തില്ല. നമ്മുടെ കർത്താവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ പുറത്തു വരണമെങ്കിൽ നീ അല്പം ഒന്ന് കാത്തിരിക്കണം. ലേറ്റ് ഡെലിവറൻസ് ഭയങ്കര വിടുതല. എത്ര പേർക്ക് മനസ്സിലായി? താമസിച്ചു വരുന്ന വിടുതൽ അത് ഭയങ്കര വിടുതലായിരിക്കും. ആ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. ഹല്ലേലൂയ. ലേറ്റ് ഡെലിവറൻസ് ഭയങ്കര വിടുതല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് നീ അല്പമൊന്ന് കാത്തിരിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, ദൈവത്തിന്റെ താമസം നിന്നെ ഉപേക്ഷിക്കുകയല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പെട്ടെന്ന് മറുപടി ചില വിഷയങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിന്റെ പ്രാർത്ഥന നീ മുടക്കരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നാ നാം ചോദിക്കുന്നതിന് നിരക്കുന്നതിനും അത്യന്തം പരമായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്പം താമസിച്ചാലും വിടുതൽ ലഭിക്കുമ്പോൾ അത് ഭയങ്കര വിടുതലായിരിക്കും, അത് വലിയ വിടുതലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമ. ഇനി നമുക്ക് കടന്നു വരാം. ആമേൻ. ദൈവത്തോട് ചോദിച്ച ചില ഭക്തന്മാരെ കുറിച്ച്. അവർ ചോദിച്ചത് എന്താണ്? ദൈവം അവർക്ക് കൊടുത്തത് എന്താണ്? ചോദിച്ചതിനേക്കാൾ കൂടുതൽ ദൈവം അവർക്ക് കൊടുത്തോ? അവർക്ക് ലഭിച്ചോ? ആമേൻ. ചോദിക്കാത്തതും കൂടെ ദൈവം അവർക്ക് കൊടുക്കാനിടയായി തീർന്നു. ചില ഉദാഹരണത്തോടെ വേഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആമേൻ, സ്വതന്ത്ര കർത്താവിൻ്റെ അടുക്കൽ ഒരു പക്ഷവാതക്കാരനെ ഒരിക്കൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 9:2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവന് സൗഖ്യമാണ് അവന് ആവശ്യം. ആമേൻ. നമുക്കറിയാം, പക്ഷവാതക്കാരനോട് കർത്താവ് പറയുകയാണ്, മത്തായി സുവിശേഷം 9:2 വാക്യം, മത്തായി 9:2. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി അവനെ കൊണ്ടുവന്ന്
പക്ഷപാതക്കാരനെ 4 പേരൂടെ കിടക്കകത്ത് പൊക്കിക്കൊണ്ടാ വന്നേ. ഹല്ലേലൂയ. മേൽക്കൂര പൊളിച്ച് ഹല്ലേലൂയ വാതിൽക്കൽ ആള് നിൽക്കുക, തിരക്ക് നിൽക്കുക, വാതിൽക്കലോളം ആള് നിൽക്കുന്നതുകൊണ്ട് ഇവനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്നാൽ മേൽക്കൂര പൊളിച്ച് നോക്കിക്കുക, അവിടെ വിശ്വാസം എത്ര ഭയങ്കരമല്ലേ. മേൽക്കൂര പൊളിച്ച് കട്ടിലോടെ കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. ഹല്ലേലൂയ. ഒരു ദൈവദാസന് അടുത്ത സമയത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വാതിൽക്കൽ വരെ ഒരാക്കിങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, എന്നാൽ മേൽക്കൂര പൊളിച്ചു കഴിഞ്ഞ കട്ടിലോടെ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കത്തക്കോണം അത്രയും സ്പേസ് അവിടെ കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാതിൽക്ക് വരെ നിൽക്കുക. മേൽക്കൂര പൊളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന് മുമ്പിൽ കട്ടിലിറക്കത്തക്കവണ്ണം മുൻപിൽ അത്രയും സ്പേസ് ഉണ്ട് അല്ലേ. ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളതുപോലെ മനസ്സിലായല്ലേ. ചില സഭാകളിലൊക്കെ ചെന്നിട്ടില്ല, മുമ്പിൽ ഇഷ്ടം പോലെ സ്പേസ് കാണും, ആളുകൾ പുറകെ കിടന്ന് തിരക്കും. പുറകെ കിടന്ന് എന്ത് ചെയ്യും? വാതിക്ക് കിടന്ന്, ചില പ്രാർത്ഥനയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ, വാതിക്ക് കിടന്ന് തെക്കും, മുമ്പിൽ കട്ടിലിറക്കി വെക്കാനുള്ള സ്ഥലമുണ്ട്. മനസ്സിലായല്ലോ. വാതിക്ക് വരെ സ്ഥലം ഇല്ലായിരുന്നു, ആള് തെക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ റൂഫ് പൊളിച്ചപ്പോൾ കട്ടില് നേരെ കർത്താവിൻ്റെ മുമ്പിൽ. അപ്പൊ ഇത്രയും കട്ടില് ഇരിക്കാനുള്ള സ്ഥലം അവിടെ കിട്ടിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാനത് ഇടയ്ക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? അവന് രോഗിയാ, പക്ഷെ പാരലൈസ്ഡാ. പക്ഷെ കർത്താവ് അവനോട് പറയുകയാണ്, നിനക്ക് രോഗസൗഖ്യം മാത്രമല്ല ഞാൻ തരാൻ പോകുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. രോഗസൗഖ്യം ആഗ്രഹിച്ചവന് പാപമോചനം കൂടെ കൊടുക്കുന്നവനാ ക്രിസ്തു. നീ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ അതിന്റെ അപ്പുറത്തതാ നിനക്ക് ലഭിക്കാൻ പോകുന്നേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. രോഗസൗഖ്യം ആഗ്രഹിച്ചവന് പാപമോചനം കൂടെ കൊടുത്തു. ഹല്ലേലൂയ. നീ കിടക്കിയെടുത്തോണ്ട് പോകാൻ പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് പരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ കൂടെ രോഗത്തിനും സൗഖ്യം ഉണ്ടാകും. ഹല്ലേലൂയ. ചില രോഗങ്ങളൊക്കെ ചിലതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാ, ചില പാപത്തിന്റെ പരിണിത ഫലമായിട്ടാ ചില രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് രോഗസൗഖ്യം മാത്രമല്ല, നിനക്ക് പാപത്തിനുള്ള മോചനം കൂടെ തരും. നീ ആഗ്രഹിച്ചത് രോഗസൗഖ്യമാ, കിടക്കയിൽ നിന്ന് എഴുന്നേക്കണം. പക്ഷേ നിന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവൻ മാത്രമല്ല, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. Your sins are forgiven. Hallelujah. Praise the Lord. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ചോദിച്ചതിനപ്പുറത്തായിട്ടാ ഇതുപോലെ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവനും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണമേ എന്ന് അവൻ ആഗ്രഹിച്ചത്. അത്രയും മതി. തേർഡ് വേജസ് അല്ലെ, മൂന്നാം കിട ആളാണ് ഈ കൂലിക്കാർ. ഈ യജമാനൻ്റെ വീട്ടിൽ സെർവൻസ് ഉണ്ട്, മാസശമ്പളക്കാരുണ്ട്, പിന്നെ ഡെയിലി വേജസ്സുകാരുണ്ട്. അല്ലറ ഇല്ലറ പണിക്ക് വേണ്ടി അന്നേരം വിളിക്കുന്നവരാ കൂലിക്കാർ. ഈ മകൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എനിക്ക് നിന്റെ അപ്പൻ്റെ മകനാണ്, പക്ഷെ അവൻ മടങ്ങി വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ആ 3rd ഗ്രേഡ് മതി, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണമെന്ന. പക്ഷെ നിന്നെ കൂലിക്കാരനായിട്ട് കാണാനല്ലല്ലോ അപ്പൻ കാത്തിരിക്കുന്നത്. അവൻ അങ്കിയൊക്കെ തയ്പ്പിച്ച്, അവൻ കാലിനിടാൻ ചെരുപ്പും കൈക്കിടാൻ മോതിരവും, ഹല്ലേലൂയ സ്തോത്രം, ഒക്കെ തയ്പ്പിച്ചവൻ കാത്തിരിക്കുന്നത് നിന്നെ കൂലിക്കാരനായി കാണാനല്ല, അപ്പന്റെ വീട്ടിന്റെ എല്ലാ അവകാശിയായിട്ടും അവന്റെ മകനായിട്ട് തന്നെ സ്വീകരിക്കാനാ. അപ്പൻ കണ്ണിൽ എണ്ണയൊടിച്ച് നിന്നെ കാത്തിരിക്കുന്നത്. അവൻ ആഗ്രഹിച്ചത്, വേണ്ട അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഒരു കൂലിക്കാരനായിട്ട് എന്നെ സ്വീകരിക്കണം. നോ, അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, നിന്നെ കൂലിക്കാരനായിട്ട് കാണാൻ ല്ല, അവന് വേണ്ടി കാളക്കുട്ടി അറുത്ത്, അവന് വേണ്ടി അങ്കി തയ്പ്പിച്ച്, അവനിടാൻ മോതിരം ഉണ്ടാക്കി, അവന്റെ കാലിന് ചെരുപ്പ് ഉണ്ടാക്കി അപ്പൻ കാത്തിരിക്കുന്നത് കൂലിക്കാരനായി കാണാനല്ല, അവനെ അപ്പന്റെ മകനായി സ്വീകരിക്കാനാ. ഇന്ന് പകൽക്കാലം നീ ആഗ്രഹിച്ചത് കൂലിക്കാരനാണെങ്കിലും അതിനപ്പുറത്ത് തരാൻ ദൈവം ശക്തനാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ പലരും ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, സ്നാനപ്പെട്ടതിൻ്റെ പേര് വീട്ടിൽ നിന്ന് പുറത്താക്കി 1 സെന്റ് ഭൂമി അപ്പൻ തരത്തില്ലെന്ന് പറഞ്ഞു. കുടുംബത്തിന് പേരുദോഷം വരുത്തിയത് കൊണ്ട് കലക്കവെള്ളത്തിൽ പോയി മുങ്ങി, കെട്ടുതാലി പറിച്ചു, മുട്ടുകമ്മൽ പറിച്ചു, പള്ളിയിൽ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞ് അപ്പനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പലരെയും പുറത്താക്കി. ഇനി ഇവിടെ അവകാശം ചോദിച്ച് വന്നേക്കരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പലരും ചോദിച്ചു ദൈവത്തോട്, ദൈവമേ, ഒരു 4 സെന്റ് വാടക വീടൊന്നും മാറിയാൽ മതി, ഒരു 5 സെന്റ് ഒരു ചെറിയ ഒരു കൂര വെക്കാൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. 5 സെന്റ് ചോദിച്ച് എത്രയോ ദൈവമക്കളുണ്ട്. ഒരു കീറ്റോല ചെറ്റക്കൂര അല്ലെ ഓല മറച്ച ഒരു ചെറിയ വീട്, അത്രയും മതി കർത്താവേ. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണമൊക്കെ ഒന്ന് നടന്ന് കാണും, ഒരു ചെറിയ വരുമാനം, ഇത്രയൊക്കെ പലരും ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ തമ്പുരാൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ 5 സെന്റ് ഒന്നും അല്ല, 5 സെന്റും 50 സെന്റും അല്ല. ചെറ്റക്കൂര മാറി, ചാണകം മെഴുകിയ തറ മാറി, കീറ്റോല മാറ്റി. ഹല്ലേലൂയ. നല്ല വീടുകളൊക്കെ ദൈവം നൽകി. മൊസൈക്ക് തറ മാറി, ടൈലിട്ടു. ഓടിട്ടു, ഓല മാറി ഓടിട്ട് കഴിഞ്ഞ് പിന്നെ ആസ്പെറ്റോ ഷീറ്റ് ഇട്ടു, പിന്നെ കോൺക്രീറ്റ് ചെയ്തു. ഹല്ലേലൂയ. 4 സെന്റ് ചോദിച്ചവന് 40 സെന്റ് കൊടുത്തില്ലേ? വാടക വീട് മാറ്റി തന്നില്ലേ? നിന്റെ മക്കൾക്ക് ചെറിയ വരുമാനമല്ല, നല്ല അക്ക ശമ്പളം വാങ്ങിക്കത്തക്ക നിലയിൽ നിന്റെ മക്കളെ ഇന്ത്യയിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിലും അയർലൻഡിലും UK-യിലും കാനഡയിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ദൈവം അയച്ചില്ലേ? കണ്ടിട്ടില്ലാത്ത വാഹനം നീ കണ്ടില്ലേ? കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ നീ കയറിയില്ലേ? നിന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത നിലയിൽ പ്രഗത്ഭന്മാരുടെ മുൻപിൽ, ഉന്നതന്മാരുടെ മുൻപിൽ, നിന്റെ തലമുറ പിച്ചപാത്രം എടുക്കുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയ ദൈവത്തിന്റെ അത്ഭുത വഴികൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ ചോദിച്ചവർക്കൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ക്രൂശിലെ കള്ളൻ എന്താ പറഞ്ഞത്? വലത്തു ഭാഗത്ത് കിടന്ന എന്ന് നമ്മൾ പറയുന്ന ആളുകളെ അല്ലേ, അങ്ങനെ നമ്മളത് തെറ്റിക്കണ്ട. വലത്തു ഭാഗമെങ്കിൽ വലത്തു ഭാഗം ആരും ആകട്ടെ, ഏത് ഭാഗത്തെയാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു കള്ളൻ. എന്താ പറഞ്ഞേ? യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. അത്രയല്ല പറഞ്ഞോളൂ. മുകളിലോട്ട് നോക്കുമ്പോൾ കുരിശിന്റെ മേളിൽ ഒരു എഴുത്ത് കണ്ടു, INRI, ഈസൂസ് നസ്രേത്ത് റെക്സ്യൂരോ യുവാരിയോസ് എന്ന പദം. യേശു യഹൂദന്മാരുടെ രാജ. INRI നമ്മൾ കലണ്ടറിൽ കാണുന്നല്ലോ. എന്താണ് INRI? യേശു യഹൂദന്മാരുടെ രാജാവ്. ആ മനുഷ്യനിങ്ങനെ തലപൊക്കി, ഒരു ഗറില്ല പോരാളിയാണ്. കള്ളനെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും ഗറില്ല പോരാളികളാണ് അവർ രണ്ടുപേരും. തസ്കരന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ അന്ന് കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിനെതിരായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ട ഗറില്ല പോരാളികളാണ്. അവരെ മലയാളത്തിൽ നമ്മൾ കള്ളന്മാരെന്ന് പറയുന്നു. അങ്ങനെ 2 ദുഷ്പ്രവർത്തിക്കാർ ഇടത്തും വലത്തും ക്രൂശിച്ചത്. അവരിൽ ഒരുത്തൻ പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അങ്ങ് എന്നെയും കൂടെ ഓർക്കണമേ. അത്രയും മതി. ഒന്ന്, ജസ്റ്റ് റിമെമ്പർ മീ. അത്രേ ഉള്ളൂ. അത്രേ അവൻ ആഗ്രഹിച്ചുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ഭാഷയിൽ പറഞ്ഞ, മോനെ ഇഞ്ഞ് കയറി പോരടാന്ന് പറഞ്ഞു. മോനെ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കുമെന്ന്. ചോദിച്ചതാണോ കൊടുത്തത്? ചോദിച്ചതിനപ്പുറം കൊടുത്തു. എന്നെ ഒന്ന് ഓർക്കണമേ എന്നേ പറഞ്ഞോളൂ. കർത്താവ് പറഞ്ഞു, ഇഞ്ഞ് കയറിപ്പോരാൻ പറഞ്ഞു. എവിടെ കയറിപ്പോരാൻ? പറുദീസയ്ക്ക് പോരാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്ത് കൊടുത്തു. പറുദീസ ഓപ്പൺ ചെയ്ത് കൊടുത്തു. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. You shall be with me in paradise today. ഇപ്പോൾ നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. പറുദീസ അവൻ ചോദിച്ചില്ല. പറുദീസ പോകുന്ന അവനൊരു പ്രതീക്ഷയില്ല. പറുദീസ അവൻ സ്വപ്നം പോലും കണ്ടില്ല. അവൻ ചോദിച്ച്, എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ച് എന്നെങ്കിലും മശികയായിട്ട് ഈ ഭൂമിയെ വാഴാൻ വരുമ്പോ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞോളൂ. ഇല്ല, അന്നല്ല, ഇന്ന് നീ കയറിപ്പോരാൻ പറഞ്ഞു. ഇപ്പൊ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. യേശുവിന്റെ നാമത്തിൽ ചോദിച്ചത് മാത്രമല്ല, അവൻ ആഗ്രഹിച്ചതിനും നനച്ചതിനും ഉപരിയായി അവന് വേണ്ടി പറുദീസയുടെ വാതിൽ തുറന്നു കൊടുത്തു. ഒരു പെരുങ്കള്ളനെ പറുദീസയ്ക്ക് അവകാശിയാക്കിയ ദൈവത്തിന്റെ കൃപയുടെ മഹത്വം എത്ര വലിയതാ! യേശുവിന്റെ നാമത്തിൽ അതാ കൃപ. ഒരു പെരുങ്കള്ളന് വേണ്ടി അനുദപിച്ച ആ കള്ളന് വേണ്ടി അപ്പ തന്നെ പറുദീസയുടെ വാതിൽ ഓപ്പൺ ആക്കി കൊടുത്തതാ ദൈവകൃപ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഉപരിയായി. Hallelujah. Praise the Lord. Glory to God. ദൈവമക്കളെ, നമുക്ക് വായിക്കാം. 1-2 വാക്യങ്ങളിലൂടെ വായിക്കാം. സങ്കീർത്തനത്തിലെ ദാവീദ് ദൈവത്തോട് എന്താ ചോദിച്ചത്? 21-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. അവൻ നിന്നോട് ചോദിച്ചത് ജീവനെ മാത്രമാ. നീ അവന് ജീവനെ കൊടുത്തു. ജീവൻ മാത്രമല്ല കൊടുത്തത്, എന്നേക്കുള്ള ദീർഘായുസ്സം. ശൗലു ദാവീദുമായിട്ട് മരണത്തിന് ഒരടി അകലെ എത്ര സന്ദർഭത്തിലല്ലേ കോവിഡ് വന്നപ്പോ ഒക്കെ പലരും ചോദിച്ചു, കർത്താവേ, നീ എനിക്ക് ജീവനെ ഒന്ന് തന്നേച്ചാ മതി.
എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കൂടെ ഒന്ന് കണ്ടാൽ മതി, എൻ്റെ കുഞ്ഞിനൊരു നല്ല ഭാവി അവനെ ഒന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ മതി. ജീവനെ ചോദിച്ച് എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലല്ലേ മരണവും നമ്മളും തമ്മിൽ ഒരടി അകലം മാത്രം. എത്രയോ സന്ദർഭങ്ങളിൽ ടിപ്പറിൻ്റെ അടിയിൽ പോകേണ്ടവരാ, സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ പോകേണ്ടവരാ, അല്ലെ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാ. ഞാനും വാഹനം ഓടിക്കുന്നവർ, കാർ ഓടിക്കും, ബൈക്ക് ഓടിക്കും. ഹല്ലേലൂയ, നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാ. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ മിടുക്ക് കൊണ്ടാണോ എത്രയോ സന്ദർഭത്തിൽ തലമുടി നാരിടയ്ക്കെന്ന വണ്ണം നമ്മൾ രക്ഷപ്പെട്ടു. അല്ലേ, എൻ്റെ ജീവനെ നീ എനിക്ക് മടക്കിത്താ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ സഹോദരിമാര് ഡെലിവറിയോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങള്, മക്കള് അവിടെ പ്രസവത്തോടുള്ള ബന്ധത്തിലൊക്കെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമ്പോൾ ചോദിക്കും, അമ്മ വേണോ കുഞ്ഞിനെ വേണോ? പ്രൈസ് ദി ലോർഡ്. അമ്മയെ വേണോ കുഞ്ഞിനെ വേണോ? ഡോക്ടർ വന്ന് ചോദിക്കുന്ന ചില ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ട്. എല്ലാ സന്ദർഭത്തിലും അല്ല ഞാൻ പറഞ്ഞത്, ചില ക്രിട്ടിക്കൽ സ്റ്റേജ്. ക്രിസ്ത്യൻ എത്തിക്സിൽ ഞങ്ങൾ ആ വിഷയങ്ങളൊക്കെ അടുത്ത കാലത്ത് കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ആളുകളെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ ഉള്ള ഒരു വലിയ ചോദ്യം, ആമേൻ, പാസ്റ്റർമാരോട് ചോദിക്കും, അല്ലെങ്കിൽ ചാപ്പളയിനോട് ചോദിക്കും, അല്ലെങ്കിൽ ഡോക്ടർ പറയും അമ്മ വേണോ കുഞ്ഞിനെ വേണോ? അല്ലെങ്കിൽ ഏതായാലും ഒരാൾ നഷ്ടപ്പെടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആമേ, ചില ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ നമ്മളാകുമ്പോൾ ഒരു വല്ലാത്ത സാഹചര്യം ഉണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മരണത്തിൻ്റെ വാൾമുനയുടെ മുൻപിൽ, ഒത്തിരി പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ ജീവനെ തന്നാ മതി കർത്താവേ, ജീവനെ തന്നാ മതി. എൻ്റെ കുഞ്ഞ് കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. അവനെ ഒന്ന് ജീവനോടെ കണ്ടാ മതി. എൻ്റെ ഭർത്താവ് കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെ, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് ജീവനോടെ തന്നാ മതി എന്ന് ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ച എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, ദാവീദ് ജീവനെ ചോദിച്ചു, ദൈവം അവന് കൊടുത്തത് ജീവനെ മാത്രമല്ല, ദീർഘായുസിനെ കൂടെ. ജീവനെ ചോദിച്ചവന് ദീർഘായുസിനെ തരാൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് രണ്ട് ഭാഗം കൂടെ നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് വചനം ധ്യാനം അവസാനിപ്പിക്കാം. ജീവനെ ചോദിച്ചവന് ദൈവം ദീർഘായുസ്സിനെ കൊടുത്തു. ഈ ഉൽപ്പത്തി പുസ്തകത്തില് അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവമേ, എനിക്ക് ഇസ്മായേൽ അവൻ ജീവിച്ചിരുന്നാൽ മതി. ഇനിയിപ്പോൾ കാലം എത്രയായി, ഞാനും പ്രായം ചെയ്യുക, എൻ്റെ ഭാര്യയും പ്രായം ചെല്ലുക, അതുകൊണ്ട് ഇനി കാത്തിരിക്കാൻ മേല. എൻ്റെ ദാസിയുടെ മകൻ ഇസ്മായിൽ, ഹാഗറിൻ്റെ മകൻ. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തതാ. നോ, നിന്റെ വാഗ്ദത്ത സന്തതി, നിനക്ക് കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഞാൻ നിനക്ക് തലമുറയെ തരും. പക്ഷെ അബ്രഹാമും കുറെ കാത്തിരുന്നപ്പോൾ അബ്രഹാമും ക്ഷീണിച്ചു പോയി. സ്വാഭാവികമല്ലേ, അബ്രഹാമിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അബ്രഹാമും ഒന്ന് ക്ഷീണിച്ചു പോയി. ചില സന്ദർഭത്തിൽ അങ്ങനെ ക്ഷീണിക്കും നമ്മൾ. ഉൽപ്പത്തി 17:18 വായിച്ചേ, ഉൽപ്പത്തി 17:18 വായിച്ചേ. അബ്രഹാമും ദൈവത്തോട് പറഞ്ഞു, മതി മതി, എനിക്ക് നീ കാത്തിരിക്കരുത് വയ്യ. പ്രൈസ് ദി ലോർഡ്. ഇസ്മായിലിനെ മതി. ഹല്ലേലൂയ. ഞാൻ അങ്ങ് അതുകൊണ്ട് ഇസ്മായിലിനെ കണ്ട് തൃപ്തിപ്പെട്ടോളാം എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഉൽപ്പത്തി 17:18. ഇശ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറാ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. അബ്രഹാം പറഞ്ഞു, മതി ദൈവമേ, ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി, ഹാഗറിന്റെ ദാസിയുടെ മകൻ ഇസ്മായേൽ. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, നിന്റെ ഭാര്യ സാറായിൽ എന്നൊരു വാഗ്ദത്ത സന്തതി പുറത്തു വരും. നീ ഇസ്മായിലിനെ കൊണ്ട് തൃപ്തിപ്പെടാനിരിക്കുകയാണോ? ഇത്രയും മതി കർത്താവ്, ഇത്രയൊക്കെ മതി, ഇനിയിപ്പോൾ പ്രായമൊക്കെ ആയി. അല്ലേ, നമ്മളും പലപ്പോഴും പറയും, ഓ ഇത്രയൊക്കെ ആയി, അല്ലേ, 60 വയസ്സ് 55 വയസ്സൊക്കെ ആയി, ഇനിയിപ്പോൾ എന്തോ ശുശ്രൂഷിക്കാനല്ലേ, ഇത്രയൊക്കെ മതി. ഇച്ചിരി ഡയബറ്റിക്കും ഷുഗറും ഒക്കെ ഉണ്ട്, കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, കണ്ണിന് കാഴ്ചയൊക്കെ കുറഞ്ഞു വരിക. ഇനിയിപ്പോൾ എന്നാ, ഏലിയാവ് പണ്ട് പറഞ്ഞതുപോലെ, അല്ലേ. അബ്രഹാമും പറഞ്ഞു, മതി ദൈവം, നീ ബുദ്ധിമുട്ടണ്ട. എന്തിനാ ദൈവമേ നീ ബുദ്ധിമുട്ടുന്നത്? ഇസ്മായേൽ ഉണ്ടല്ലോ, മതി, ഞാൻ ഇനിയിപ്പോൾ എത്ര കാലമാണ് കാത്തിരിക്കുന്നത്? ഓ എൻ്റെ ഭാര്യയ്ക്കും 90 വയസ്സാകാൻ പോവുക, ഇനിയിപ്പോൾ കാത്തിരിക്കാൻ പോവല്ലേ. പ്രൈസ് ദി ലോർഡ്. നോ, അല്ല, ദൈവം പറഞ്ഞ അല്ല, നിന്നോട് ഞാനാ പറഞ്ഞത്, നിന്റെ ഭാര്യ സാറായി നിനക്കൊരു വാഗ്ദത്ത സന്തതിയെ പ്രസവിക്കും. കാലം കുറച്ചായാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മുരടിപ്പുണ്ടാകത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇസ്മായിലിനെ കൊണ്ട് തൃപ്തിപ്പെടാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതുവരെ നീ അനുഭവിച്ച നന്മകളല്ല, ഇതുവരെ പ്രാപിച്ച വിടുതലുകളല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ആമേ, ചോദിച്ചതിനപ്പുറമായി, നീ നനയ്ക്കുന്നതിനപ്പുറമായി ഇസ്മായിലിനെ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാ പറഞ്ഞല്ല, നീ ഇതിനപ്പുറം ചില വിടുതലുകൾ കാണാൻ പോകുക. നിന്റെ ഭവനത്തിൽ ഒരു വാഗ്ദത്ത സന്തതി പുറത്തു വരാൻ പോകുക. നീ ഇസ്മായിലിനെ കൊണ്ട് തൃപ്തിപ്പെടാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു തീയായി ഇതിനെ പുറത്തു കൊണ്ടുവരുവാൻ
ഇന്ന് പകൽ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇസ്മായിലിനെ കൊണ്ട് തൃപ്തിപ്പെടുകയല്ല, ഇന്നത്തെ അവസ്ഥയിൽ തൃപ്തിപ്പെടുകയല്ല. ദൈവത്തിനൊരു വാഗ്ദത്ത സന്തതിയെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. നിന്റെ ഭാര്യ സാറായി ഗർഭം ധരിച്ച് നിനക്കൊരു മകനെ പ്രസവിക്കാൻ പോകുക. അവളുടെ ശരീരം നിർജീവമാണ്, അവളുടെ ഗർഭപാത്രം നിർജീവമാണ്. ഹല്ലേലൂയ. അവളുടെ ഗർഭപാത്രത്തിന് പുത്രോത്പാദനത്തിനുള്ള ശക്തിയില്ല. സാറായിയുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സ്തോത്രം ഫിസിക്കലി, ഹല്ലേലൂയ, she was dead. All the internal organs, hallelujah, almost dead. Hallelujah. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ശേഷി ഇപ്പോൾ സാറായിക്കില്ല. ഏതാണ്ട് 90 വയസ്സോട് അടുക്കുക, 89 വയസ്സിപ്പോൾ സാറായിക്കായിരിക്കുന്നു. ഹല്ലേലൂയ. മെഡിക്കലി നമ്മൾ സംസാരിച്ചാലും ഹല്ലേലൂയ ഒരിക്കലും സാറായിക്ക് ഒരു ഹല്ലേലൂയ പുത്രോത്പാദനത്തിന് ശക്തിയില്ല. ദൈവം ശരീരത്തിൽ വെച്ചിട്ടുള്ള ക്രമം അനുസരിച്ച് നോക്കിയാൽ she was in the post menstrual period. അങ്ങനെ ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകത്തില്ല. she was in the post menstrual period. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ സയൻസും പ്രകൃതിയുടെ ദൈവം വെച്ച ക്രമം അനുസരിച്ചും സാറായിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് അവിടെ ഒരു ശക്തി വ്യാപരിക്കുകയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അത്യന്തമായ വ്യാപാര ശക്തി, വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ അതെങ്ങനെ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്? അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഏത് ശക്തിയാണ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത്? ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം മരിച്ച കർത്താവിനെ കല്ലറയുടെ ഉള്ളിൽ നിന്ന് ആത്മാവ്, പുനരുത്ഥാന തൃത്വത്തിൽ മൂന്നാമനാകുന്ന ആത്മാവ് അവനെ പുറത്തു കൊണ്ടുവന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവത്രേ നമ്മിൽ അധിവസിക്കുന്നത്. ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെങ്കിൽ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വ്യാപരിക്കുന്ന ശക്തി, നിർജീവമായ ഗർഭപാത്രത്തിന് പുത്രോത്പാദനത്തിന് ശക്തി കൊടുക്കാൻ വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ. യെസ് ലോർഡ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തുക. വേഗത്തിൽ വായിച്ചാട് രാജാക്കന്മാരുടെ പുസ്തകം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 രാജാ 3:9. ശലോമോൻ എന്താ ദൈവത്തോട് ചോദിച്ചത്? ദൈവം അവൻ എന്താ കൊടുത്തത്? വേഗത്തിൽ ആമേൻ നമുക്ക് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്കു തന്നിരിക്കുന്നു. നിനക്കു സമനായവൻ നിനക്കു മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്കു സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ശലോമോൻ ചോദിച്ചത് വിസ്ഡം മാത്രാ ചോദിച്ചേ. അത് ദൈവത്തിനങ്ങ് ഇഷ്ടമായെന്ന്, ദൈവത്തിനങ്ങ് പിടിച്ചു, ദൈവത്തിന് ഇഷ്ടമായി. ഒന്നും വേറെ ചോദിച്ചില്ല. ജ്ഞാനം തരണമേ ഈ ജനത്തെ പരിപാലിക്കാൻ. അത്ര ചോദിച്ചത് കൊണ്ട് ദൈവം അവന് ചോദിക്കാത്തത് കൂടെ അങ്ങ് കൊടുത്തു. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്ന ആമേൻ, നമ്മൾ ആത്മീയമായിട്ട് ചോദിച്ചാൽ മതി, ബാക്കിയെല്ലാം പുറകെ വന്നോളും. നീ ചോദിക്കാത്തത് കൂടെ കേറി വന്നോളും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ, നീ ചോദിച്ചത് ശത്രു സംഹാരമല്ല, ദീർഘായുസല്ല, ആമേൻ സമ്പത്തല്ല, വിസ്ഡം മാത്രം ചോദിച്ച ദൈവത്തിന് പ്രസാദമായി. അതുകൊണ്ട് ദൈവം പറയുക, ഞാൻ നിനക്ക് ചോദിക്കാത്തത് കൂടെ തരാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ചോദിച്ചത് മാത്രമല്ല, ചോദിച്ച
ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ദാവീദ് ആയുസ് ചോദിച്ചു, ദൈവം അവന് ദീർഘായുസ് കൊടുത്തു. ശലോമോൻ വിസ്ഡം ചോദിച്ചു, ദൈവം അവന് ചോദിക്കാത്തതെല്ലാം കൂടെ കൊടുത്തു. അബ്രഹാം പറഞ്ഞു ഇസ്മായിലിനെ മതി. ഹല്ലേലൂയ. ദൈവം ഇസ്മായിലിനെ മാത്രമല്ല അവൻ ഇസഹാക്കിനെ കൂടെ കൊടുത്തു. ഹല്ലേലൂയ. ആ കള്ളൻ പറഞ്ഞു എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ. ദൈവം അവന് കൊടുത്തത് പർദീസയുടെ വാതിൽ തുറന്നിട്ട് കൊടുത്തു. ചോദിച്ചവർക്കൊക്കെ ചോദിച്ചത് മാത്രമല്ല അതിനപ്പുറമായിട്ട് ദൈവം കൊടുത്തെങ്കിൽ ആമേ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവസാനമായി യാക്കോബിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതുകൂടെ പറഞ്ഞ് ഈ വിഷയം നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 48:10-11 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ 5 മിനിറ്റിനകം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 48:10-11 വാക്യങ്ങൾ. യാക്കോബ് ദൈവത്തോട് ചോദിച്ചതിനേക്കാൾ ഉപരി ദൈവം അവന് കൊടുത്തു. ഉൽപ്പത്തി 48:10-11. എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങിക്കാൺമാൻ വഹിയാതിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാൺമാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യോസേഫിന്റെ 2 മക്കളെ അരികിൽ വിളിച്ചിട്ട് ഹല്ലേലൂയ അവരെ കൈപ്പിടച്ചു വെച്ച് അനുഗ്രഹിച്ച് എഫ്രൈമിനെയും മനശ്ശെയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫ്രൈമിനെയും മനശ്ശെയും കൈപിണച്ചു വെച്ച് യാക്കോബ് അനുഗ്രഹിച്ചു. യാക്കോബ് ഒരിക്കൽ ദൈവത്തോട് ഒന്നും പ്രാർത്ഥിച്ചു. എന്തോ പ്രാർത്ഥിച്ചെന്നറിയാം, വീട്ടിൽ പോയി വായിച്ചാൽ മതി. 28-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വഴി യാത്രയിൽ നീ എന്നോട് കൂടെ ഇരിക്കുകയും എനിക്ക് ധരിപ്പാൻ വസ്ത്രവും എനിക്ക് കഴിക്കാൻ ഭക്ഷിപ്പാൻ ആഹാരവും തന്ന് എൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തിയാൽ ഈ തൂണായി നിർത്തിയിരിക്കുന്ന ഈ സ്ഥലം, ഈ ലൂസ്, ഈ ബഥേലായി മാറും. ഇവിടെ ദൈവത്തിൻ്റെ യാഗപീഠം, ആലയം പണിയും. ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അന്ന് പോയത്. അത്രേ ദൈവത്തോട് ചോദിച്ചുള്ളൂ. കഴിപ്പാൻ ആഹാരം തരണം, ധരിക്കാൻ വസ്ത്രം തരണം, കാട്ടുമൃഗങ്ങളൊന്നും പിച്ചു ചീന്തി തിന്നാതെ എനിക്ക് സൗഖ്യത്തോടെ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇത്രേ ചോദിച്ചുള്ളൂ. പക്ഷെ ദൈവം യാക്കോബിന് കൊടുത്തത് അത്രയൊന്നുമല്ല. ദൈവം യാക്കോബിന് കൊടുത്തത് എന്തോന്നറിയാമോ? ഈജിപ്തിൽ ജോസഫ് കൊണ്ടുപോയി ഫറവോന്റെ പളുപിള തിളങ്ങുന്ന രഥങ്ങൾ വന്ന് യാക്കോബിന്റെ മുമ്പിൽ വീണപ്പോൾ യാക്കോബിന് ചൈതന്യം ഉണ്ടായെന്നാ വായിക്കുന്നേ. ജോസഫിനെ കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറി തിന്നെന്ന സഹോദരന്മാര് വന്ന് പറഞ്ഞ് അപ്പനെ കളിപ്പിച്ചതാ. ജോസഫിന്റെ അങ്കി രക്തം പുരട്ടിക്കൊണ്ടുവന്നിട്ട് അപ്പനെ ജോസഫ് മരിച്ചുപോയെന്ന യാക്കോബ് വിചാരിച്ചിരിക്കുന്നത്. ആ അങ്കി കട്ടിലിന്റെ അടിയിലുള്ള വീഞ്ഞപ്പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ആമെ ചുംബിച്ചിട്ട് യാക്കോബ് പൊട്ടിക്കരയുമായിരുന്നു. ആമെ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് യാക്കോബ് പറഞ്ഞു. ജോസഫ് ജീവനോട് ഇല്ലെന്നാ യാക്കോബ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ജോസഫ് മരിച്ചുപോയെന്ന് മക്കൾ വന്ന് പറഞ്ഞത് യാക്കോബ് അതുപോലെ വിശ്വസിച്ചു. പക്ഷെ എപ്പോഴാ ജോസഫ് ജീവിച്ചിരിപ്പുണ്ടെന്ന് യാക്കോബിന് അറിവ് കിട്ടിയത്? ഫറവോന്റെ രഥങ്ങൾ വന്ന് മുറ്റത്ത് നിന്നു യാക്കോബിനെ കൊണ്ടുപോകാൻ. അപ്പ യാക്കോബിന് മനസ്സിലായി, എൻ്റെ മകൻ ജോസഫ് മരിച്ചിട്ടില്ല. ഈജിപ്തിൽ നിന്ന് ഫറവോന്റെ രഥം എൻ്റെ വീട്ടുമുറ്റത്ത് വരണമെങ്കിൽ എൻ്റെ മോൻ അവിടെ മന്ത്രിയാ. എൻ്റെ മോൻ അവിടെ മന്ത്രിയാ. ആമേൻ. ഫറവോന്റെ പളുപിള തിളങ്ങുന്ന രഥങ്ങളും കുതിരയുടെ കുളമ്പടി ശബ്ദങ്ങളും യാക്കോബിന്റെ കാതി കേട്ടപ്പോൾ യാക്കോബിന്റെ ചൈതന്യം ഉണ്ടായി. അവൻ ചാടി എഴുന്നേറ്റു. നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുക മകൻ അയച്ച രഥങ്ങൾ. ജോസഫ് അയച്ച രഥങ്ങൾക്കകത്ത് യാക്കോബ് കയറി നേരെ ഈജിപ്തിൽ പോകുക. ഈജിപ്തിൽ ചെന്നിട്ട് ഫറവോൻ ചോദിച്ചു, എത്ര വയസ്സായി? എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ യാക്കോബ് തൻ്റെ വയസ്സ് പറയുന്നത്. എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം. യാക്കോബ് ഈജിപ്തിൽ ചെന്ന് ഫറവോനെ കൈവച്ച് അനുഗ്രഹിച്ചു. ഫറവോനെ കൈവച്ച് അനുഗ്രഹിക്കാനുള്ള ഭാഗ്യം ദൈവം യാക്കോബിന് കൊടുത്തു. അതുമാത്രമല്ല, ജോസഫിനെ കണ്ടു. ജോസഫിന്റെ 2 പിള്ളേരെ കണ്ടു. അവന്മാരെ ഇടത്തും വലത്തും നിർത്തിയിട്ട് അവന്മാരെ അരികെ നിർത്തിയിട്ട് കൈ പിണച്ചു വെച്ചവരെ അനുഗ്രഹിച്ചു. എഫ്രൈമിനെ മനശ്ശെയും. എന്നിട്ട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച, മോനെ ജോസഫേ, നിന്നെ കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല, എന്നാൽ നിന്റെ മക്കളെ കൂടെ കാണാൻ ദൈവം എനിക്ക് കൃപ നൽകി. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി തരാൻ
യാക്കോബിന്റെ പ്രാർത്ഥന, ഈ യാക്കോബ് ചോദിച്ചത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ധരിക്കാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരവും എന്റെ പിതാക്കന്മാരുടെ നാട്ടിൽ കാട്ടുമൃഗങ്ങൾ പിച്ച് കീറി തിന്നാതെ എന്നെ സുഖത്തോടെ കൊണ്ടുവരണം. അത്രേ പ്രാർത്ഥിച്ചുള്ളൂ, ഒരു ചെറിയ പ്രാർത്ഥന. പക്ഷെ യാക്കോബേ, നിനക്ക് തരാൻ പോകുന്നത് അത്രയുമല്ല. നീ ചിന്തിച്ചതിനുപരിയായി, നീ നനയ്ക്കുന്നതിനുപരിയായി അത്യന്തംബരമായി തരുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. കരകളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക, കണ്ണുകളടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിച്ചതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്